വെൽക്കം, തഹമനാണ്. ലോക്കൽ അനസ്തെറ്റിക്സ് വീഡിയോ സീരീസിൽ നമ്മുടെ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്, പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ലോക്കൽ അനസ്തെറ്റിക് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തു, ഏതെല്ലാം മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് പറഞ്ഞത്. ദെൻ പൊതുവായിട്ടുള്ള ജനറൽ യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ലോക്കൽ അനസ്തെറ്റിക്സ് ഓരോന്നിനെയും പറ്റി പറയണം. ലോക്കൽ അനസ്തെറ്റിക്സ് ക്യാൻ ബി എസ്റ്റേഴ്സ് ഉണ്ട്, എസ്റ്റേഴ്സ് ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പ് അമൈഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അമൈഡ്സിനെ കുറിച്ച് പറയാം. കാരണം അമൈഡ്സ് ആണ് ഏറ്റവും ഫേമസ്, അല്ലെങ്കിൽ ഏറ്റവും അധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ലിഗ്നോക്കെയിൻ ആണ് ഏറ്റവും ഫേമസ്. ലിഗ്നോക്കെയിൻ ഓർ അതിനെ നമ്മൾ ലിഡോക്കെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിന്റെ ട്രേഡ് നെയിം അതിനേക്കാൾ ഫേമസ് ആണ്, അതാണ് സൈലോം. സോ ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എസ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. എല്ലാ അമൈഡിലും നമ്മൾ പറഞ്ഞു 2 ഐ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ക്യാരക്ടേഴ്സ് പറഞ്ഞത്. ലിഗ്നോക്കെയിനിൽ ഇതാ ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ. ലിഡോക്കെയിനായാലും 2 ഐ ഉണ്ടാവും. ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള മരുന്നാണ് ലിഗ്നോക്കെയിൻ. ഏറ്റവും അധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ദിസ് ലിഡോക്കെയിൻ ഓർ ലിഗ്നോ. നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ വെറുതെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ലിഗ്നോക്കെയിനെ കുറിച്ചിട്ടാണ്. അത്ര ഫേമസ് ആണ്. ആൻഡ് ഈ മരുന്ന് ഓറലി കൊടുക്കാറില്ല. സോ ഫസ്റ്റ് പോയിന്റ്, ഓറലി ഈ മരുന്ന് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. കാരണം ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം അണ്ടർഗോ ചെയ്യുന്ന മരുന്നാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഓറൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് ഇതിന് ഒരുപാട് വിവിധ തരം ഉപയോഗങ്ങളുണ്ട്. ആദ്യത്തെ ഉപയോഗം നമ്മൾ ടോപ്പിക്കലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നിലോ മ്യൂക്കസ് മെംബ്രെയിനിലോ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. സൊല്യൂഷൻ സാധാരണ ഒരു 2 to 4% അവൈലബിൾ. ഓയിൻമെന്റ് ആണെങ്കിൽ ഒരു 2.5 to 5% ജെല്ലുണ്ട്. ജെല്ല് സാധാരണ 2% ആയിരിക്കും അവൈലബിൾ. എയറോസോൾ ഒരു 10% എയറോസോൾ ആയിരിക്കും. ദെൻ പിന്നെ ഉള്ളത് സപ്പോസിറ്ററീസ് ആണ്. സപ്പോസിറ്ററീസും 10%. സോ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അവൈലബിലിറ്റി. ഡെന്റൽ സർജൻസ് ഇത് ജെല്ലായിട്ട് ഉപയോഗിക്കുന്നത് മ്യൂക്കസ് മെംബ്രെയിനിലായിരിക്കും. ദെൻ ഇനി പ്രോട്ടോസ്കോപ്പി പോലുള്ളവയിൽ ജെൽ ഉപയോഗിച്ചിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ശരീരത്തിനകത്തേക്ക് കടത്താനായിട്ട് ഉപയോഗിക്കും. ഇത് സ്കിന്നിൽ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് പെനിട്രേറ്റ് ദ സ്കിൻ. സോ മൂന്നാമത്തെ പോയിന്റ് അതാണ്, കനോട്ട് പെനിട്രേറ്റ്. ഇൻടാക്ട് സ്കിന്നിലൂടെ ഇത് കടന്നു പോകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളൊരു 1:1 മിക്സ്ചർ ആയിട്ടായിരിക്കും കൊടുക്കുക. ആരുമായിട്ടായിരിക്കും മിക്സ് ചെയ്യുക? ഒന്ന് 2.5% ലിഗ്നോക്കെയിൻ പ്ലസ് ഒരു 2.5% നമ്മൾ പ്രിലോക്കെയിനുമായിട്ട് മിക്സ് ചെയ്യും. സോ ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്യും. ഓർ വി ക്യാൻ മിക്സ് വിത്ത് ടെട്രാക്കെയിൻ ആയിട്ടും ചേർത്ത് കൊടുക്കും. സോ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ നമ്മൾ വിളിക്കുക യൂട്ടറ്റിക് മിക്സ്ചർ എന്നാണ്. യൂട്ടറ്റിക് മിക്സ്ചർ ആയിട്ടായിരിക്കും കൊടുക്കുക. സോ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടിന്റെയും മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴെയായിരിക്കും. അതുകൊണ്ട് വേഗം ലിക്വിഫൈ ചെയ്യും. അപ്പോൾ സ്കിന്നിലൂടെ ആ സമയത്ത് കടക്കാൻ പറ്റും. സോ ഇൻടാക്ട് സ്കിന്നിലൂടെ കടക്കാൻ നമുക്ക് യൂട്ടറ്റിക് മിക്സ്ചർ കൊടുക്കണം. സാധാരണ രീതിയിൽ കടക്കില്ല. ഇനി മ്യൂക്കസ് മെംബ്രെയിനിലൂടെ കടക്കാൻ പറ്റുമോ? കടക്കാൻ പറ്റും. ഞാൻ സ്കിന്നിന്റെ കാര്യമാണ് പറഞ്ഞത്. മ്യൂക്കസ് മെംബ്രെയിനിലൂടെ കടക്കാൻ പറ്റും. അബ്രേഡഡ് സ്കിന്നിലൂടെയും കടക്കാൻ പറ്റും. ബ്രോക്കൺ സ്കിന്നിലൂടെ കടന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ടോക്സിറ്റി ഉണ്ടാകും. ഇനി ലിഗ്നോക്കെയിൻ സ്പ്രേയെ പറ്റി പറയാം. സ്പ്രേ ലോക്കൽ ഇഞ്ചുറിക്ക്, നമ്മൾ സ്പോർട്സ് ഇഞ്ചുറിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, പരിക്കുപറ്റുമ്പോൾ കൊടുക്കുന്നു. ഇനി വായിലൂടെ ഓറലായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും. അത് നമ്മൾ കൊടുക്കുന്നത് RCT പ്രൊസീജിയേഴ്സിനും പിന്നെ മറ്റ് ഡെന്റൽ പ്രൊസീജിയേഴ്സിനൊക്കെയാണ് നമ്മൾ അങ്ങനെ കൊടുക്കുക. ഈ ലോക്കൽ അനസ്തെറ്റിക്സിനൊപ്പം, 4ാമത്തെ പോയിന്റ് ആണ്, ലോക്കൽ അനസ്തെറ്റിക്സിനൊപ്പം നമ്മൾ സാധാരണ രീതിയിൽ 1:2 lakh അഡ്രിനാലിൻ അല്ലെങ്കിൽ മറ്റ് വാസോ കൺസ്ട്രക്ടേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. വാസോ കൺസ്ട്രക്ടർ അതിന്റെ കാരണങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനത് അഡ്രിനാലിൻ എന്നുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെക്കാനിസംസ് ഒക്കെ. സോ ഞാനിത് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ലിഗ്നോക്കെയിന്റെ മറ്റൊരു ലോക്കൽ യൂസ് എന്ന് പറയുന്നത് അത് റെക്ടൽ യൂസ് ആണ്. റെക്ടലി ദേ ആർ യൂസ്ഡ്. റെക്ടലി സാധാരണ ഉപയോഗിക്കുക ഹെമറോയിഡ്സിനാണ്. ഹെമറോയിഡ്സ് ഇപ്പോൾ പൈൽസ്, ദെൻ ഫിസ്റ്റുല, ഫിഷേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ പല മരുന്നുകൾക്കൊപ്പം കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം മെട്രോനിഡസോൾ എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് ആണ്, നമുക്കറിയാം. പ്ലസ് സുക്രാൾഫേറ്റ്, അതൊരു പാട പോലെ പടർന്നിരിക്കുന്ന സാധനമാണ്. പ്ലസ് ലിഗ്നോക്കെയിൻ, അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്രീമായിട്ട് ലഭ്യമാണ്. വേറെ ഫോർമുലേഷൻ ആണ് കോളിൻ സാലിസിലേറ്റ് പ്ലസ് ലിഡോക്കെയിൻ. അപ്പൊ അതവിടെ ഒരു സാലിസിലേറ്റ്, അത് മൂലമുള്ള പല ഗുണങ്ങൾ നമുക്ക് കിട്ടും. മറ്റൊരു പൈൽസിനുള്ള ഒരു ഫോർമുലേഷൻ ആണ് കാൽഷ്യം ഡോബിസിലേറ്റ് പ്ലസ് ലിഗ്നോക്കെയിൻ, ദെൻ ഓർ ലിഡോക്കെയിൻ പ്ലസ് ഹൈഡ്രോകോർട്ടിസോൺ, അത് കൂടി ചേർത്തിട്ട് ലഭ്യമാണ്. ദെൻ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആയിട്ടുള്ള നിഫിഡിപ്പിൻ പ്ലസ് അത് 2 to 3% പ്ലസ് ലിഗ്നോക്കെയിൻ 1.5% ലഭ്യമാണ്. ഈ നിഫിഡിപ്പിൻ ഇവിടെ വാസോ ഡയലേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഏനൽ ഫിഷറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള പല ലോക്കൽ യൂസസ്
ലിഗ്നോക്കെയിൻ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ ലിഗ്നോക്കെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാച്ച് ആയിട്ട് ഉപയോഗിക്കാം. ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് നമ്മൾ കൊടുക്കുക പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയാണ്. ഹെർപ്പസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വേദന ഉണ്ടാവുമല്ലോ സ്കിന്നിൽ. സോ അതിന് ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെയാണ് ലോക്കൽ യൂസസ്. ലിഗ്നോക്കെയിൻ ലിവറിൽ മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്. ലിവറിൽ CYP എൻസൈംസ് വഴിയാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ഈ മെറ്റബോളൈറ്റ്സിനും സം ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഉണ്ട്. അത് പോകുന്നത് യൂറിനിലൂടെ ആയിരിക്കും അപ്പോൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ഓർ മറ്റ് യൂസസ് എന്ന് പറയുന്നത് ലിഗ്നോക്കെയിൻ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. എപ്പിഡ്യൂറൽ അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ ലിഡോക്കെയിൻ ഓർ ലിഗ്നോക്കെയിൻ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മളൊരു 1 to 2% ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ദെൻ സ്പൈനൽ അനസ്തീഷ്യയിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഒരു 1.5 to 5% ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനി നെർവ് ബ്ലോക്ക് അനസ്തീഷ്യ ആണെങ്കിൽ 1 to 2% ആയിരിക്കും കൊടുക്കുക. ദെൻ IV റീജിയണൽ അനസ്തീഷ്യയ്ക്കും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. 0.5% ആയിരിക്കും ഉപയോഗിക്കുക. സോ ഇങ്ങനെയുള്ള പല ഇഞ്ചക്റ്റബിൾ രീതിയിലും ലിഡോക്കെയിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ആറാമത്തെ പോയിന്റ്, ലിഗ്നോക്കെയിന് വേറൊരു യൂസ് ഉണ്ട് പ്രധാനപ്പെട്ട. ഇറ്റ് ഇസ് എൻ ആന്റി അരിത്മിക് ഡ്രഗ് ആണ്. ആന്റി അരിത്മിക് ക്ലാസ് ഏതാണ്? ക്ലാസ് 1B ഡ്രഗ് ആണ് ലിഗ്നോ. സോ അപ്പൊ നമ്മൾ ഉപയോഗിക്കുക വെൻട്രിക്കുലാർ ഫിബ്രിലേഷന് വേണ്ടിയിട്ടാണ്. വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് നമ്മൾ ആന്റി അരിത്മിക് വീഡിയോയിലേക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇൻട്രാ കാർഡിയാക് ഇഞ്ചക്റ്റബിൾ ആയിട്ട് സ്പെഷ്യൽ ഫോർമുലേഷൻ ആയിട്ട് ഹൃദയത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്ന രീതിയിൽ ലിഗ്നോക്കെയിൻ അവൈലബിൾ ആണ്. പ്രത്യേക സിറിഞ്ചിൽ അവൈലബിൾ ആണ്. ഇനി ഉപയോഗിക്കാവുന്ന ചില കേസ് എന്ന് പറയുമ്പോൾ ട്രൈജെമിനൽ ന്യൂറാൾജിയ പോലുള്ള ന്യൂറോപ്പതിക് പെയിനിൽ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. റിഫ്രാക്ടറി മറ്റൊന്നും കൊടുത്തിട്ടും ഫലമില്ലാത്ത സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിൽ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ദെൻ ഇൻട്രാക്റ്റബിൾ ഹിക്കഫ് എക്കിൾ അതിനകത്തേക്ക് നമ്മൾ ഉപയോഗിച്ചേക്കാം ചിലപ്പോഴൊക്കെ. ഓക്കെ, സോ ഇതാണ് ഇവിടെ മറ്റ് യൂസസ്. ഇനി നമുക്ക് ലിഗ്നോക്കെയിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ് നമുക്ക് പറയേണ്ടത്. അഡ്വേഴ്സ് എഫക്ട് സാധാരണ ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ADR ഒക്കെ വളരെ വളരെ കുറവാണ്. ദെൻ അലർജി സാധ്യത അമൈഡ്സിന് എസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലെസ് അലർജി എങ്കിലും അപൂർവമായിട്ട് അലർജി ഉണ്ടാക്കാം. അങ്ങനെ അലർജിയുള്ള ഒരാളാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ദെൻ ഓവർഡോസ് ആണെങ്കിൽ ഓവർഡോസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ന്യൂറോടോക്സിറ്റി അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് സാധാരണ ഇപ്പോൾ എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ ലംബാർ സ്പൈനൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ടോക്സിറ്റി സിസ്റ്റമിക് ടോക്സിറ്റി ഉണ്ടാവുക. സാധാരണ അത് ഡ്രൗസിനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടിൻറ്റസ് റിംഗിങ് ഇൻ ദ ഇയേഴ്സ് ആയിരിക്കാം, ഡിസ്ഗൂഷ്യ വിഴുങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഡിസിനസ്, ടിച്ചിങ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക. ന്യൂറോടോക്സിറ്റിയുടെ ഫസ്റ്റ് ലക്ഷണം എന്ന് പറഞ്ഞാൽ സർക്കം ഓറൽ നംബ്നെസ് ആണ്. വായന്റെ ചുറ്റും ഒരു മരവിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ന്യൂറോടോക്സിറ്റി ആയി എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം. സോ ഇൻഹിബിഷൻ ഓഫ് പെരിഫറൽ നെർവിനെയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിസ്റ്റാഗ്മസ് ഉണ്ടാക്കാം. നിസ്റ്റാഗ്മസ് എന്നുള്ള പ്രശ്നം ഉണ്ടാക്കാം. ഈവൻ അപ് ടു സീഷേഴ്സ് വരെ ഉണ്ടാക്കാം. ഹൃദയത്തിലാണെങ്കിൽ ബ്രാഡി കാർഡിയ ഉണ്ടാക്കാം. സോ ഇതാണ് അതിന്റെ ടോക്സിറ്റി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അപൂർവമായിട്ടുണ്ടാകുന്നതാണ് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാം. അതൊരു ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ ആണ്. ഡാൻഡ്രോലിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ G6PD ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ മെത്ത് ഹീമോഗ്ലോബിനീമിയ ഉണ്ടാക്കാം. മെത്ത് ഹീമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. അമൈഡ്സ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മരുന്ന് ബുപിവാക്കൈൻ ആണ്. ബുപിവാക്കൈൻ എന്ന് പറയുന്ന മരുന്നാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഉപയോഗം കുറഞ്ഞു. ആൻഡ് ദിസ് ദ ലോങ്സ്റ്റ് ആക്ടിങ് ഓർ ലോങ് ആക്ടിങ് ഡ്രഗ് ആണ്. ലിഗ്നോക്കിനേക്കാളൊക്കെ വളരെയധികം ലോങ് ആക്ടിങ് ആണ്. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മോട്ടോർ ബ്ലോക്കിനേക്കാൾ കൂടുതൽ സെൻസറി ബ്ലോക്ക് ആണ്. വെച്ചാൽ മോട്ടോർ എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്തേക്ക് പോകുന്നത്, സെൻസറി എന്ന് വെച്ചാൽ ശരീരഭാഗങ്ങളിൽ നിന്ന് സ്പാനൽ കോഡിലേക്ക് വരുന്നത്. അപ്പോൾ മോട്ടോറിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താ അതിന്റെ ഗുണം? നമുക്ക് പല ഗുണങ്ങളുണ്ട്. സോ എപ്പിഡ്യൂറൽ അനസ്തീഷ്യയിൽ കോഡൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ, സോ ഇതിന്റെ പ്രധാനപ്പെട്ട യൂസ് ഇതാണ്. കോഡൽ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് എന്തിനാണ്? ചൈൽഡ് ബർത്ത്, കുട്ടിയുടെ പ്രസവം, ലേബർ. സോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബുപിവാക്കൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ബിക്കോസ് ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ മസിൽ കൺട്രാക്ഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ലേബറിന് ഇത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. ദെൻ എന്തെങ്കിലും കത്തീറ്റർ അകത്തേക്ക് ഇൻഡ്വെല്ലിംഗ് എന്നാണ് അതിന് പറയാ, ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോങ് ആക്ടിങ്, കുറേ നേരം ആക്ഷൻ ഉണ്ട്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ടോക്സിറ്റി ഓർ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് കാർഡിയോ ടോക്സിറ്റിയാണ്. ഇതാണ് ഇതിനെ നമ്മൾ ഒഴിച്ചു നിർത്താനുള്ള ഒരു കാരണം. IV റീജിയണൽ അനസ്തീഷ്യയിൽ നമ്മൾ കൊടുക്കില്ല. അതുകൊണ്ട് IV
റീജിയണൽ അനസ്തീഷ്യയിൽ കൊടുക്കില്ല. സോ ഇവിടെ നമ്മൾ ലിഗ്നോക്കെയിനൊക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഇത് കാരണം SA നോഡിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ വെൻട്രിക്കുലാർ മസിൽസിന്റെ ഒക്കെ ആക്ഷൻ കുറയ്ക്കുമ്പോൾ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ ഉണ്ടാകും, QRS കോംപ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക നമ്മൾ ലിപ്പിഡ് എമൽഷൻസ് ആണ്. ലിപ്പിഡ് എമൽഷൻ ആണ് ഫോർ ട്രീറ്റ്മെന്റ് ഫോർ ബുപ്പിവാക്കൈൻ ടോക്സിറ്റി നമ്മൾ കൊടുക്കുക. അപ്പോൾ ബുപ്പിവാക്കൈൻ്റെ എഫക്റ്റ് ഒക്കെ ന്യൂട്രലൈസ് ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം ഇത് ഹൈലി ഇറിറ്റന്റ് ആണെന്നുള്ളതാണ്. സോ ഇറിറ്റൻസി ആണ് അടുത്ത പ്രശ്നം. ഹൈലി ഇറിറ്റന്റ് ആണ്, അപ്പൊ ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കാം. സോ നമ്മളപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു ബുപ്പിവാക്കൈന് പകരം അപ്പോൾ നമ്മൾ ലീവോ ബുപ്പിവാക്കൈൻ ആക്കി. ലീവോ ബുപ്പിവാക്കൈൻ ആയപ്പോൾ ഈ പ്രശ്നങ്ങൾ വളരെയധികം കുറഞ്ഞു, കാർഡിയോടോക്സിറ്റി കുറഞ്ഞു, മാത്രമല്ല പകുതി ഡോസ് മതി, അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. വേറൊരെണ്ണമുള്ളത് ലിപ്പോസോമൽ ബുപ്പിവാക്കൈനും കൂടി അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ബുപ്പിവാക്കൈനെ മറികടന്നത്. അതിന്റെ അടുത്ത പ്രധാനപ്പെട്ട അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റോപ്പിവാക്കൈൻ ആണ്. റോപ്പിവാക്കൈൻ ആണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഭയങ്കരമായിട്ട് യൂസ് ഉള്ള ഒരു മരുന്ന്. ഇത് ബുപ്പിവാക്കൈനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഒരു മരുന്നാണ്. ആൻഡ് ഇതിന്റെയും ഇതുപോലെ തന്നെ സെൻസറി ബ്ലോക്ക് ആണ് കൂടുതൽ, മോട്ടോർ ബ്ലോക്ക് കുറവാണ്. മോട്ടോർ ബ്ലോക്ക് കുറവും സെൻസറി ബ്ലോക്ക് കൂടുതലുമാണെങ്കിൽ നമുക്ക് മറ്റേ ഇതിനകത്തൊക്കെ ഉപയോഗിക്കാം. ഏതാ, ലേബറിനകത്ത്, ദെൻ എപ്പിഡ്യൂറൽ അനാൽജസിയ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാർഡിയോടോക്സിറ്റി കുറവാണ്. ദെൻ കണ്ടിന്യൂസ് എപ്പിഡ്യൂറൽ റോപ്പിവാക്കൈൻ നമുക്ക് കൊടുക്കാം, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് കൊടുക്കാം, ലേബർ പെയിൻ ഒക്കെ കൊടുക്കാൻ പറ്റും. ദെൻ IV റീജിയണൽ അനസ്തീഷ്യ അങ്ങനെയെല്ലാം നമുക്കിത് കൊടുക്കാൻ പറ്റും. പക്ഷെ കൊടുക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇൻടു ദ ജോയിൻസ്, ഇൻട്രാ ആർട്ടിക്കുലാർ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സോ ഇപ്പോൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്തു പോരുന്നത് റോപ്പിവാക്കൈൻ ആണ്, അല്ലെങ്കിൽ ലീവോബുപ്പിവാക്കൈൻ ആണ്. ഇനി അടുത്തൊരു മരുന്ന്, പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഡൈബുക്കെയിൻ ആണ്. ഡൈബുക്കെയിൻ എന്ന് പറയുന്ന മരുന്ന്, ഇതിന് വേറൊരു പേര് സിങ്കോക്കെയിൻ എന്ന് കൂടി പേരുണ്ട്, സിങ്കോക്കെയിൻ. ഇത് ഉപയോഗത്തിലൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ദിസ് ദ മോസ്റ്റ് പൊട്ടന്റ്, ഏറ്റവും പൊട്ടന്റ് ഇതാണ്, ആൻഡ് ദ മോസ്റ്റ് ലോങ് ആക്ടിങ് ലോക്കൽ അനസ്തെറ്റിക് ഇതാണ്. അപ്പോൾ എവിടെയെങ്കിലും പരീക്ഷയ്ക്ക് ലോക്കൽ അനസ്തെറ്റിക്കിൽ മോസ്റ്റ് പൊട്ടന്റ് ലോങ് ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡൈബുക്കെയിൻ. ന്യൂറോടോക്സിറ്റി ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ഗിവൺ ആസ് ഇഞ്ചക്ഷൻ. ദെൻ ഈ മരുന്നിന് വേറൊരു ഉപയോഗം കൂടിയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊരു കാരണം. ഉദാഹരണം, ചില പേഷ്യൻസിൽ സക്സിനൈൽ കൊളീൻ കൊടുക്കാൻ പറ്റുമോ? സക്സിനൈൽ കൊളീൻ മസിൽ റിലാക്സന്റ് ആണ്, സർജറിക്കൊക്കെ മുമ്പ് കൊടുക്കുന്നതാണ്. സോ അത് കൊടുക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് നമുക്ക് ഇത് കൊടുക്കാം. സോ സക്സിനൈൽ കൊളീൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്നി ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാനായിട്ട് ഡൈബുക്കെയിൻ നമ്പർ എന്നാണ് ഇത് മരുന്ന് കൊടുത്തിട്ട് അതിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് കൊടുക്കാമോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ആർക്കെങ്കിലും എട്ടിപ്പിക്കൽ സ്യൂഡോകോളിനെസ്ട്രേസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് കൊടുക്കാം. കാരണം ഈ മരുന്ന് മെറ്റബോളൈസ് ചെയ്യുന്നത് സ്യൂഡോകോളിനെസ്ട്രേസ് വഴിയാണ്. സോ എട്ടിപ്പിക്കൽ സ്യൂഡോകോളിനെസ്ട്രേസ് വഴി മെറ്റബോളിസം ഉണ്ടാവത്തില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ സക്സിനൈൽ കൊളീൻ കൊടുക്കാമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി അടുത്ത മരുന്ന് പ്രിലോക്കെയിൻ ആണ്. പ്രിലോക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ് അടുത്ത അമൈഡ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട മരുന്ന്. ഇത് നമുക്ക് ടോപ്പിക്കൽ കൊടുക്കാം, ടോപ്പിക്കലായിട്ട് കൊടുക്കാം. ദെൻ മരുന്ന് ഒരു ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ആണ്, ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ആയിട്ടുള്ള മരുന്നാണ്. ഇതിന്റെ ഒരു ഗുണം, ഇത് വാസോ കൺസ്ട്രിക്ടർ കൂടെ ചേർക്കാതെ നമുക്കിത് കൊടുക്കാം എന്നുള്ളതാണ്. വാസോ കൺസ്ട്രിക്ടർ കൂടി സാധാരണ കൊടുക്കുന്ന ഡെന്റലിലാണ്. അപ്പോൾ ഡെന്റിസ്ട്രിയിലാണ് ഏറ്റവും അധികം ഈ മരുന്ന്, ഡെന്റിസ്ട്രിയിലാണ് ഏറ്റവും അധികം ഇത് ഉപയോഗിക്കുന്നത്. ദെൻ റീജിയണൽ ബ്ലോക്കിൽ വേണമെങ്കിൽ നൽകാം. ദെൻ IV റീജിയണൽ അനസ്തീഷ്യയിൽ ലിഗ്നോക്കെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മരുന്നാണ് പ്രിലോക്കെയിൻ എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുക. ആൻഡ് ഇതിന്റെ ഒരു പ്രശ്നം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കും. കാരണം ഇതിന്റെ ഒരു മെറ്റബോളൈറ്റ് ഉണ്ട്, ഓർത്തോറ്റോളിഡിൻ ആണെന്ന് തോന്നുന്നു. ഇത് B12 ആയി ചേർന്നിട്ട് മെത്തമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. ഡോസ് ഡിപ്പെൻഡന്റ് എഫക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുക. ദെൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോനൈറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, വെറുതെ കുട്ടികളല്ല. ലാക്ക് ഓഫ് G6PD ഡെഫിഷ്യൻസി ഉള്ള പിള്ളേരിൽ അനീമിയ ഉണ്ടാക്കാം. സോ അതുകൊണ്ട് കൊടുക്കുന്നില്ല. സോ ഇതാണ് പ്രിലോക്കെയിൻ. ഇനി വേറൊരെണ്ണമുള്ളത് മെപ്പിവാക്കെയിൻ ആണ്. മെപ്പിവാക്കെയിൻ എന്ന് പറയുന്ന മരുന്ന് ടോപ്പിക്കൽ ആക്ഷൻ ഇല്ല. സോ ദിസ് ഈസ് ദ ഡ്രഗ് വിച്ച് ഈസ് നോട്ട് ഹാവിംഗ് ടോപ്പിക്കൽ നോട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ് മെപ്പിവാക്കെയിൻ. കുട്ടികളിലും ലേബറിലും ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ ചിൽഡ്രനിൽ ഉപയോഗിക്കുന്നില്ല, ലേബറിൽ ഉപയോഗിക്കുന്നില്ല. അഡൽട്സിൽ പക്ഷേ സേഫ് ആണ്. സോ ഓൺലി ഇൻ അഡൽട്സിലാണ് ഉപയോഗിക്കുക. ദെൻ പിന്നെ ഒരു മരുന്ന് എറ്റിഡോക്കെയിൻ ആണ്. എറ്റിഡോക്കെയിൻ്റെ ഒരു പ്രശ്നം ബ്ലീഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ബ്ലീഡിംഗ് ഉണ്ടാക്കാം. സോ
അതുകൊണ്ട് തന്നെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഡെന്റൽ സർജറീസിൽ എറ്റിഡോക്കെയിൻ കൊടുക്കാറില്ല. ദെൻ ഓൾസോ കാർഡിയോടോക്സിറ്റി ഉണ്ടാക്കാം. വേറൊരു മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കെയിൻ ആണ്. ആർട്ടിക്കെയിൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഡെന്റലിലും പെരിയോഡോണ്ടൽ കേസസിലുമാണ്. സോ അങ്ങനെയുള്ള ഡെന്റൽ ലോക്കൽ അനസ്തെറ്റിക് ആണ്. അമൈഡ് ആണ്, പക്ഷേ ഇത് അതിന്റെ കൂടെ തന്നെ ഒരു എസ്റ്റർ ഗ്രൂപ്പ് കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1 മണിക്കൂർ നേരം ആക്ഷൻ കിട്ടും, പക്ഷേ വേഗത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. റാപ്പിഡ് ആക്ടിംഗ് ആണ്, 1 മണിക്കൂർ നേരം ആക്ഷൻ ഉണ്ട്. സോ ആർട്ടിക്കെയിൻ ആണ്, അത് അമൈഡ് ആണ് പ്ലസ് എസ്റ്റർ. സോ ഇത്രയാണ് അമൈഡ് ഗ്രൂപ്പിൽ നമുക്ക് പറഞ്ഞതാണുള്ളത്. അപ്പോൾ ഇനി എസ്റ്റർ വിഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഒരുപാട് നീളമാകും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.